തിരയുടെ കാര്യത്തിൽ തിര ശരിക്കും വിനീതിന്റെ സിനിമകളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പ്രേക്ഷകർ അതിന്റെ സീക്വൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്ന സിനിമ പറയാം. എനിക്കത് വിനീതിന് അല്ലെങ്കിൽ നിങ്ങൾക്കത് തിര 2 ചെയ്താൽ അതിന് പ്രേക്ഷകരുണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടല്ലോ. പിന്നെ വിനീതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എന്തെങ്കിലും കമേഴ്ഷ്യൽ ഫോർമുല ഒന്നും ഫോളോ ചെയ്യാത്തൊരു സിനിമ എന്നുള്ള രീതിയിലുള്ള ഒരു ഓതന്റിക് സിനിമ എന്നുള്ള സ്വഭാവത്തിലാണ് അതിനെ ആളുകൾ അംഗീകരിക്കുന്നതും. അത് അങ്ങനെ ഒരു അതിന്റെ മേക്കിങ്ങും സംഗതിയിലൊക്കെ വേറെ തരത്തിലൊരു അപ്രീസിയേഷൻ കിട്ടിയ പടമാണല്ലോ. അപ്പൊ തിര ശരിക്കും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ 2ാം ഭാഗം ആലോചിച്ചിരുന്ന സിനിമയാണോ? അതിനുശേഷം നിങ്ങൾ പിന്നെ അത് നമുക്കൊന്ന് ചെയ്തു നോക്കിക്കൂടെ? വിനീതിന്റെ അടുത്ത് ആക്ച്വലി അത് പിന്നെ വിനീത് ചില സമയത്ത് നമുക്ക് ചില സമയത്ത് തോന്നും അത്. കാരണം വെച്ചാൽ ആ മൊമെന്റിൽ, ആ സിനിമ ഇറങ്ങിയ മൊമെന്റിൽ കുറച്ച് നമ്മൾ ഇതായിരുന്നു, ഡിസ്റ്റർബ് ആയിരുന്നു. കാരണം അത് നമ്മൾ പ്രതീക്ഷിച്ച വിജയം കിട്ടുമ്പോൾ നമുക്ക് ആയാലും അത് തുറന്നു തന്നെ പറയാം. അതെ അതെ, ആക്ച്വലി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാരും ചെയ്തിട്ടില്ല, ഇത് നമ്മളാണ് ചെയ്യുന്നത്. ഒരു മലയാള സിനിമയില് മലയാളത്തിനേക്കാളും കൂടുതൽ മറ്റു ഭാഷ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ അവൻ എവിടെ പോയി, ഏത് സ്ഥലത്താണോ അവൻ പോകുന്നത്, അവിടെ എന്താണോ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ, അതാണ് സിനിമയുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ബേസിക് ഇതുണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ബ്രേക്ക് ചെയ്ത് ഒന്നും ഇത് അതിൽ നിങ്ങൾ ഒരു കാര്യം തിരനെ കുറിച്ചിട്ട് ഇപ്പം ഞാൻ പിന്നെ പറയാൻ കാര്യം ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിൽ ഏറ്റവും മികച്ച മ്യൂസിക് ഷാൻ റഹ്മാൻ്റെ അല്ലേ. അതിപ്പോൾ ഞാൻ എൻ്റെ തിരക്കഥയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പം തുറന്ന് പറയാം, പക്ഷേ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഷാൻ റഹ്മാൻ, ജോമോൻ, പിന്നെ ബാക്കി ആ ടെക്നിക്കൽ മികച്ച വർക്കായിരുന്നു അത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ചില സമയങ്ങളിൽ വിനീത് ഇങ്ങനെ പറയും, പക്ഷേ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ ഒന്ന് ആലോചിച്ചാലോ എന്നൊക്കെ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ അത് അത്ര ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തോട്ടായി മാറിയില്ല. അത് എന്നോട് എന്റെ ഇന്റർവ്യൂല് അവര് ചെയ്യുന്നില്ല, ഞാൻ ചെയ്യാനുണ്ടോ ഇല്ല. അത് ധ്യാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് കഴിഞ്ഞ് കുറച്ച് മുമ്പേ സംസാരിച്ചിരുന്നു. അത് ചിലപ്പോ ഇപ്പൊ വിനീത് ചെയ്യുന്നില്ല എങ്കിൽ ഞാനും ധ്യാനും ചിലപ്പോ അതൊരു ചെയ്യാൻ സാധ്യതയാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞാൻ നിങ്ങളെ പിന്നെ അഖിലിന്റെ ഇന്റർവ്യൂല് ക്യൂവില് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. അപ്പം അത് വിനീത് ചെയ്യുന്നില്ലെങ്കിൽ അത് വിനീതിന്റെ ഇതാണത്. വിനീത് ചെയ്യുന്നില്ല എന്നുള്ളത് മിക്കവാറും വിനീതിന് വെച്ചാൽ ഓൾറെഡി കുറച്ച് പരിപാടികളുണ്ട്, വേറെയും കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പൊ മിക്കവാറും വിനീത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് നോക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അത് ഇവനും കൂടി അത് ഇതാവണം. അപ്പോ ഇടക്കിടക്കൊക്കെ തോന്നും ആര് ചെയ്താലും അതിന്റെ കൂടെ ഞാനുണ്ട്. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ